ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വരിക്ക് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് എങ്ങനെ ചക്ക വിളയിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെൻ്റെ വല്യമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ചക്ക പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കപ്പഴം വിളയിച്ച് അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വിളയിച്ച് വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് എടുത്ത് തിന്നും. അടുപ്പ വെച്ചാണ് ഉണ്ടാക്കുന്നത്, എന്നാലും ഇച്ചിരി പാടുള്ള പണി. ഇത് എത്ര നാൾ വേണേലും ഇരുന്നോളൂ. ഇത് പെട്ടെന്നൊന്നും പൂത്ത് പോകുന്ന സാധനമല്ല ഇത്. പഴമെല്ലാം പരത്തി കഴിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വിളയിച്ച് വെച്ച ചക്കയാണ്. ഇത് പൂത്തതല്ല, ഇത് ഫ്രീസറിലാണ് വെച്ചത്. ഫ്രീസറിൽ വെച്ച് ഇത് കട്ടയായിരിക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഇത് വെച്ച് ഇലയട ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം പിറക്കിയൊക്കെ തീരാറായിട്ടുണ്ട്. വല്യമ്മയ്ക്ക് ഈ കേസൊക്കെ വലിയ എക്സ്പേർട്ടാണ്. ഞാൻ സഹായിച്ചു കൊടുക്കണം. ഞാൻ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ചക്കപ്പഴം അടിച്ചു കൊടുക്കുവാണ്. നമ്മളിപ്പോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചു വരണം. ഓക്കെ, ചക്കപ്പഴം ജ്യൂസ് റെഡി. നമ്മളിപ്പോ ഇതിനകത്തോട്ട് ഊറ്റാൻ പോവാണ്. എടുത്തിട്ടുണ്ട്. തീയൊക്കെ കത്തിച്ച് അടുപ്പേ കയറ്റിയിട്ടുണ്ട്. ഇതിന് വെള്ളമെല്ലാം പറ്റിച്ച് നല്ല രീതിയിലാക്കി എടുക്കണം. മാവെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയും ഞാനും കൂടെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുവാണ് പരത്തി. ഇനി നമുക്ക് ഇച്ചിരി ചക്കപ്പഴം വിളയിച്ച് വെക്കാം. ഇനി നമുക്കിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം. നമ്മുടെ അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇലയുടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പപാത്രത്തിൽ വെച്ച് പുഴുങ്ങി എടുക്കാം. ഇനി നമ്മുടെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുവാണ്. നമുക്കിനി ഇത് വേകുന്നോളം വരെ കാത്തിരിക്കാം. ഇതാ നമ്മുടെ അടുപ്പിൽ വെച്ച ചക്കപ്പഴം ഇതാ ചെറുതായിട്ട് നിറമൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇലയോടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് എടുത്ത് ഒരെണ്ണം തിന്നു നോക്കാം. നമ്മളിത് തിന്നു നോക്കാൻ പോവാ. ചൂടാണ്. നല്ലതാ. ഇവിടെ ചക്ക വിളയിച്ചതിനകത്തിടാൻ വേണ്ടി ജീരകവും കുറച്ച് ഏലക്കായും മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് ഇളക്കം എടുക്കണം. അപ്പം നമ്മുടെ ജീരകവും ഏലക്കായും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാം. ശർക്കര ഇടുന്നതാണ്. ശർക്കര ഇട്ടായിരുന്നു ഇതിനകത്ത്. ശർക്കര ഇട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇതിന്റെ വെള്ളം പറ്റി കുറുകി വരണത്. ഇതിന് പാടുള്ള പണിയാണ്. പഴം വിളയിച്ച ഏകദേശമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനിയും നന്നായിട്ട് ഉണങ്ങി വരണം. ചക്കപ്പഴം വിളയിച്ചത് ഉരുട്ടി പാത്രത്തിലാക്കി ഇനി നമുക്ക് ഫ്രീസറിലോട്ട് കയറ്റി വെക്കാം. ഫ്രീസറിലോട്ട് കയറ്റി വെക്കാം. 2 പാത്രത്തിലായിട്ട് നിറച്ചുകൊണ്ട്.
ചക്കപ്പഴം വിളയിച്ചതും നിലയുടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും എൻ്റെ വെല്ലുമ്മയ്ക്കും വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്. ടാറ്റാ.